ഇന്ത്യയിലെ ആദ്യത്തെ എൽ.പി.ജി. എ.ടി.എം സർവീസ് ആരംഭിച്ചത് എവിടെ? ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ എൽ.പി.ജി. എ.ടി.എം സർവീസ് ആരംഭിച്ചത് എവിടെ? ഗുരുഗ്രാം. സംഘർഷ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഊർജ സുരക്ഷ. സംഘർഷ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഊർജ സുരക്ഷ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച ശാക്തീകരണ സമിതികളുടെ എണ്ണം 7. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച ശാക്തീകരണ സമിതികളുടെ എണ്ണം 7. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന സംവിധാനം ഹോം വോട്ടിംഗ്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന സംവിധാനം ഹോം വോട്ടിംഗ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാർക്കായി തുടങ്ങിയ ബോധവൽക്കരണ ക്യാമ്പയിൻ സമ്മതി. പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാർക്കായി തുടങ്ങിയ ബോധവൽക്കരണ ക്യാമ്പയിൻ സമ്മതി. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ എൻ്റെ വോട്ട് എൻ്റെ ശക്തി. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ എൻ്റെ വോട്ട് എൻ്റെ ശക്തി. ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏത്? ചൈന. ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏത്? ചൈന. 2026 മാർച്ചിൽ മെഗാലിത്തിക് കാലഘട്ടത്തിലെ 2000 വർഷം പഴക്കമുള്ള ലാറ്ററൈറ്റ് പാറയിൽ കൊത്തിയ ഒരു ശവസംസ്കാര അറ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം പനയാൽ, കാസർഗോഡ്. 2026 മാർച്ചിൽ മെഗാലിത്തിക് കാലഘട്ടത്തിലെ 2000 വർഷം പഴക്കമുള്ള ലാറ്ററൈറ്റ് പാറയിൽ കൊത്തിയ ഒരു ശവസംസ്കാര അറ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം പനയാൽ, കാസർഗോഡ്. ഉത്തർപ്രദേശിലെ ഏത് കോട്ടയെയാണ് ദേശീയ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്? കലിഞ്ചർ കോട്ട. യു.പിയിലെ ഏത് കോട്ടയെയാണ് ദേശീയ ജിയോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്? കലിഞ്ചർ കോട്ട. ആദായ നികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധമുണ്ടാക്കുവാനുള്ള ക്യാമ്പയിൻ പ്രാരംഭ് 2026. ആദായ നികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധമുണ്ടാക്കുവാനുള്ള ക്യാമ്പയിൻ പ്രാരംഭ് 2026. നൊബേൽ സമ്മാന ജേതാവായ കൈലാസ് സത്യാർത്ഥി അടുത്തിടെ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര്? കരുണ, ദി പവർ ഓഫ് കമ്പാഷൻ. നൊബേൽ സമ്മാന ജേതാവായ കൈലാസ് സത്യാർത്ഥി അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പുസ്തകത്തിന്റെ പേര്? കരുണ, ദി പവർ ഓഫ് കമ്പാഷൻ. ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികളെ കീഴടക്കിയ ഇന്ത്യക്കാരൻ ഭൂപതി രാജു അൻമിഷ് വർമ്മ. ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികളെ കീഴടക്കിയ ഇന്ത്യക്കാരൻ ഭൂപതി രാജു അൻമിഷ് വർമ്മ. വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട യുവ നേതാവ് ആര്? സ്തുതി പ്രധാൻ. വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട യുവ നേതാവ് ആര്? സ്തുതി പ്രധാൻ. ഇന്ത്യയിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങളും അതുവഴിയുണ്ടാകുന്ന ശിശുമരണങ്ങളും കുറയ്ക്കാൻ AI സഹായത്തോടെ കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗർഭകാല ഗവേഷണ പദ്ധതി ഏത്? ഗർഭിണി. ഇന്ത്യയിലെ മാസം തികയാതെയുള്ള പ്രസവവും അതുവഴിയുണ്ടാകുന്ന ശിശുമരണങ്ങളും കുറയ്ക്കാൻ AI സഹായത്തോടെ കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗർഭകാല ഗവേഷണ പദ്ധതി ഗർഭിണി. 2026 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഹുബ് ലെലിവെൽഡ്. 2026 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ഹുബ് ലെലിവെൽഡ്. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. അഘനാശിനി വേദാവതി നദീ സംയോജന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കർണാടക. അഘനാശിനി വേദാവതി നദീ സംയോജന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കർണാടക. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി പുറത്തിറക്കിയ ഡിജിറ്റൽ ടൂൾ കിറ്റ് ട്രൂ സൈബർ സഖി. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി പുറത്തിറക്കിയ ഡിജിറ്റൽ ടൂൾ കിറ്റ്
ട്രൂ സൈബർ സഖി. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പുതിയ പരിശീലകനായി നിയമിതനായത് ആഷ്ലി വെസ്റ്റ്വുഡ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പുതിയ പരിശീലകനായി നിയമിതനായത് ആഷ്ലി വെസ്റ്റ്വുഡ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സ്കൂൾ സുരക്ഷാ മാനുവൽ 2026-ൽ മുൻഗണന നൽകിയിരിക്കുന്ന വിഷയങ്ങൾ: ലഹരിവിരുദ്ധ പ്രവർത്തനം, സൈബർ സുരക്ഷ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സ്കൂൾ സുരക്ഷാ മാനുവൽ 2026 മുൻഗണന നൽകിയിരിക്കുന്ന വിഷയങ്ങൾ: ലഹരിവിരുദ്ധ പ്രവർത്തനം, സൈബർ സുരക്ഷ. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? കൊടുവള്ളി. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ മത്സരിച്ച മണ്ഡലം കൊടുവള്ളി. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2026 മാർച്ച് 25-ന്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2026 മാർച്ച് 25-ന്. 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ആവിഷ്കരിച്ച പദ്ധതി മിഷൻ ഡ്രോൺ ശക്തി. ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ആവിഷ്കരിച്ച പദ്ധതി മിഷൻ ഡ്രോൺ ശക്തി. ഇന്ധന പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. ഇന്ധന പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനായി സംസ്ഥാന കായിക വകുപ്പ് ആരംഭിച്ച പുതിയ പരിശീലന പദ്ധതി ഏതാണ്? ഒളിമ്പിക് പാത്ത്. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനായി സംസ്ഥാന കായിക വകുപ്പ് ആരംഭിച്ച പുതിയ പരിശീലന പദ്ധതി ഏതാണ്? ഒളിമ്പിക് പാത്ത്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറായി നിയമിക്കപ്പെട്ട ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി ഡോക്ടർ കെ സിന്ധു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറായി നിയമിക്കപ്പെട്ട ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി ഡോക്ടർ കെ സിന്ധു. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന ദിവ്യാംഗന ശക്തി പദ്ധതി 2026 മാർച്ചിൽ നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗന ശക്തി പദ്ധതി 2026 മാർച്ചിൽ നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഗണിതശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ മാധവ നോളജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് സ്ഥാപിച്ചത് എവിടെ? ഇരിങ്ങാലക്കുട. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക വികസനം എന്നീ മേഖലകളിലെ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ 2025-ലെ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നേടിയത് ആര്? നിത അംബാനി. 2028-ലെ ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഭുവനേശ്വർ. 2028-ലെ ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഏത്? ഭുവനേശ്വർ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആര്? സൂര്യാമിത. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആര്? സൂര്യാമിത. 2025 മാർച്ചിൽ JC ഡാനിയേലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. 2025 മാർച്ചിൽ JC ഡാനിയേലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണ്? മെറ്റ. മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണ്? മെറ്റ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ ശമ്പളം അടുത്തിടെ താൽക്കാലികമായി വെട്ടിക്കുറച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ എന്നിവരുടെ ശമ്പളം അടുത്തിടെ താൽക്കാലികമായി വെട്ടിക്കുറച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്.